ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. ഗൈസ്, ഇന്നലെ ഉമ്മ ചെറുതായിട്ട് ഇവിടെ നിന്ന് വീണ് കേട്ടോ. നമ്മളെ മുറ്റത്ത് തന്നെ വീണത്. അവിടെ മഴ പെയ്തും വണ്ടിയൊക്കെ ഇങ്ങനെ കയറിയിട്ടേ അവിടുത്തെ ചിരക്കലൊക്കെ പോയിക്കണേ. അപ്പൊ അവിടെ ഉമ്മ ഇന്നലെ ഒന്ന് മുട്ട് മടങ്ങിയിട്ട് വീണേ. അപ്പൊ മുട്ട് മടങ്ങിയിട്ട് വീണിട്ട് ഉമ്മ മരുന്ന് കെട്ടി വെച്ചിക്കാണ്. ഇന്നലെ രാത്രി വീണതാണ്. ഇന്ന് രാവിലെ നോക്കിയപ്പത്തിന് കുറച്ച് വീക്കുണ്ട് പറഞ്ഞു. ആ ചെറുതായിട്ടൊരു മടക്കാൻ പറ്റാത്ത ഇതുള്ള ഇവിടെ ചെറിയൊരു പോറലുണ്ടായി. ഇവിടെ ചെറിയൊരു മുറി ഉണ്ട് കേട്ടോ. എവിടെ ആ മുറിമ കൊടുക്കുക ഇതെന്താ തേച്ച് പോയി പറ്റി വെച്ചിക്കണേ. പിന്നെ മുരിങ്ങി ഉപ്പും കല്ലുപ്പും കല്ലുപ്പും മുരിങ്ങും മുരിങ്ങൻ്റെ ഇല. അത് എല്ലാരും പറയും മുരിങ്ങൻ്റെ ഇല നീരിനും വേദനക്കൊക്കെ നല്ലതാണ്. വലിയാണ് നീര് വലിയാനൊക്കെ നല്ലതാണ്. സിമ്മമാക്ക് ഇന്നലെ മുട്ടും മടങ്ങിയിട്ടാണ് വീണത്. ഇവിടെ ഇങ്ങനെ വീണിക്കാണ്. ഈ ഒരു ഭാഗം കണ്ടെങ്കില് ഇത് നമ്മൾ ഒരു വട്ടം കോൺക്രീറ്റ് ഇട്ടാണ്. പക്ഷെ ഇത് പിന്നെയും പോയി. ഇത് ആൾക്കാർ നടക്കുമ്പോഴേ ഒന്നാമത് ഉമ്മ ഇങ്ങനെ നടക്കില്ല വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ കാല് വലിച്ച് അങ്ങനെ നടക്കല്. അപ്പൊ തട്ടി തടഞ്ഞിട്ട് മുട്ടാണ്ട് മടങ്ങുകയും ചെയ്തു. ആ മടക്കിലാണ്ട് വീണും ചെയ്തു. അവിടെ കല്ലുകളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊന്തി കിടക്കല്ലേ, ആ കല്ലുമ്മ തട്ടിയിട്ട് ഇതായിക്കണം. മുട്ടും കാലും കൂടി ഞാൻ തോല് പോയിട്ടൊന്നുമില്ല. മുട്ടും കാലുമൊക്കെ ഒന്നും പറ്റിയിട്ടില്ല. ഇല്ല, മുട്ടിന്റെ ഇവിടെ അവിടുത്തെ നീര് തോന്നേ നമ്മൾ ഈ കയല് കൊളുത്താണല്ലേ. ചില മുറി ഉണ്ടാവുമ്പോ നമുക്ക് ഇങ്ങനെ കയല് കൊളുത്തൂലേ, അതേപോലെ കയല് കൊളുത്തിയാണെന്ന് അതും അറിയില്ല. വേദന എവിടെയിട്ടില്ല. നീ വെല്ലിന്റെ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് വേദന മുറിയൊന്നുമില്ല. ഒന്നും എഴുതില്ല. ഒന്ന് മാറുമ്പോ ഒന്നും മാറുമ്പോ ഇങ്ങനെ വന്നുകൊടുക്കാനുള്ളപ്പോ വയസ്സായിട്ടേക്കും. ബെസ്റ്റ് ഇതല്ലേ ഇതുമ്പോ നിന്നല്ലോ അല്ലേ. കാര്യമായിട്ടൊന്നും പറ്റിയല്ല. മാറ്റി നമുക്ക് ഹോസ്പിറ്റലിൽ പോകണ്ടേ. ഇന്നിപ്പോ ഹോസ്പിറ്റലിൽ പോകാൻ വിചാരിച്ച കാലിന് ചെറുതായിട്ടൊരു വീക്കുണ്ട്. ഇന്നലെ രാത്രി വീക്കല്ല. ഇന്നലെ ഒന്നുമില്ല. അതിനെ ഞാൻ പേടിച്ചിട്ട് പറയാതെ നിൽക്കുക. ആരോ കണ്ടു. ആരാണ്ട് ഇമ്മമാരെ നമുക്ക് ഞൊണ്ടി കിടക്കല് കണ്ടാ നമുക്ക് അറിയില്ലേ. എന്തോ ഒരു ഞൊണ്ടില് നോക്കുമ്പോ ഒന്നുമില്ലേ, എന്തോ ഒരു ഞൊണ്ടില് ചോദിച്ചപ്പോ ഒന്നുമില്ലേ. ഏതല്ലേ എന്താ ഇത് എലാണുമ്പോഴൊക്കെ ഇപ്പൊ ഇങ്ങനെ പറയാൻ നടക്കണ. ഞാൻ പറയേണ്ടി വരും, അല്ല പിന്നെ ആകതാവും. എന്നാ മമ്മ പോയിട്ട് പർദ്ദ കെട്ട് മാറ്റി നമുക്ക് എന്നാ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങാം. നമ്മളിവിടുത്തെ എടുത്തത്തെ ഹോസ്പിറ്റലിലേക്ക് തന്നെ പോണത്. എന്നാ മമ്മ പോവല്ലേ? നടക്കാൻ വെക്കണുണ്ടോ? നടക്കാൻ വയ്ക്കുകയൊക്കെ ചെയ്യും. മുട്ടുകൾ മടങ്ങി പോയൊക്കെ ചീട്ടൊക്കെ എടുത്തിട്ടില്ലേ? മുപ്പര കള്ളാസുണ്ട്. കള്ളാസ് ഉണ്ടായാൽ മതി. ആണോ? നമ്മളെന്തായാലും ഒന്ന് ഹോസ്പിറ്റലിൽ പോയി നോക്കട്ടെ. എന്താ ഡോക്ടർ എന്താ പറയണ നോക്കട്ടെ. ഉമ്മക്ക് മുട്ടുവേദന വന്നു കഴിഞ്ഞാല് ഇതാണ് പ്രശ്നം. നമ്മളെന്തായാലും ഈ ഉമ്മാനെയും കൊണ്ട് കണ്ട് ഹോസ്പിറ്റലിൽ പോയോട്ടെ. ഉമ്മാനല്ലോട്ടെ ഉമ്മാനെ വാ. നമ്മളെന്തായാലും ഇവിടുന്നാണ് ഉമ്മാനെ കയറ്റണത്. കാരണം പറഞ്ഞാൽ അവിടെ കുറച്ച് സീനാണ് ഇല്ലടാ. ഉമ്മ വരി. നടക്കാൻ വയ്ക്കണ്ടോ? മടക്കാൻ വയ്ക്കില്ല അല്ലേ? നോക്കി ഇറങ്ങി. ചെരക്കല്ല അവിടെ സീനാണ്. കരിങ്കല്ലും ചെടിങ്കല്ലിന്റെ പൊട്ടൊക്കെ. ഞാൻ ആദ്യം കേറാം, എന്നിട്ട് മമ്മ ബാക്കിൽ കയറൂട്ടെ. പിടിച്ചാൽ മതി. പോവല്ലേ മമ്മ? ഞാൻ പോയിട്ടരമ്മ പോയിട്ടോ. ഗൈസ്, എന്തായാലും ഞാൻ ഹോസ്പിറ്റലിൽ പോയോട്ടെ. അവിടെ എത്തിയിട്ട് ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ എന്താ പറയുന്നോട്ടെ. ആ കാണുകയാണ് കേട്ടോ നമ്മളെ ഹോസ്പിറ്റല് വലിയ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഒന്നല്ല. ഇതൊരു പ്രൈവറ്റ് ആയിട്ട് ഹോസ്പിറ്റൽ അല്ല, ഒരു ക്ലിനിക്ക്. എന്തായാലും നമുക്ക് എന്ത് ഇതുണ്ടെന്നുണ്ടെങ്കിലും എന്താ സോഡിയം ചെക്ക് ചെയ്യില്ല. എന്നാലും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മരുന്നും എല്ലാം ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ രാത്രി 10 മണി വരെ ഉള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാലും നമ്മൾ ചില ടൈം രാത്രി പറ്റാണ്ട് കുടുങ്ങാണെന്നുണ്ടെങ്കിൽ ഡോക്ടറെ വിളിച്ചാലൊക്കെ വരും. അങ്ങനത്തെ ഒരു തന്നെ എപ്പൊന്നുമില്ല. നമ്മളെ നാട്ടിലത്തെ ആൾ തന്നെയാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഉമ്മമാനോട് കാണിച്ചു നോക്കാം. എന്താ ഡോക്ടർ പറഞ്ഞേ? ഡോക്ടറെ കാട്ടിയപ്പോ പറഞ്ഞത് ഒരു സൂചി എന്താണ് ഇതിന്റെ പേരെന്ത് ടീറ്റില്ലേ, ഒരു ടീറ്റ് അടിച്ചാൽ പിന്നെ ഒരു ഓൾമെന്റും തരാന്ന് പറഞ്ഞു. 3 ദിവസം കഴിഞ്ഞിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നുകൂടിയും കാട്ടാന്. കല്ലുമ്മ കുത്തിയല്ലേ അപ്പൊ ടീറ്റ് അടിച്ചോണ്ടിരിക്കല്ലേ? കഴിഞ്ഞടിയല്ലേ. ഉമ്മമാരുടെ ചെരുപ്പ് ഒന്നാം പോയി കണ്ടിട്ടുണ്ട്. ഞാൻ കാട്ടിത്തരാം, പെരിയിലെത്തിയിട്ട് കാട്ടിത്തരാം. ഒരു തോണി മൈക്കിലെ ചെരുപ്പാണ്. അപ്പൊ കല്ലുമ്മ തട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതാവും. പൊയ്യാനുള്ള ഇപ്പൊ ഒരു സാധനമാണ്. ഉമ്മമാനോടെ കൊണ്ടുപോയി കാണിച്ചു വിട്ടാ ഉണ്ട്. എന്താ മമ്മ സൂചി അടിച്ചു നോക്കല്ലേ? എരമ്പിന് നീരാണല്ലോ ഗൈസ്. ശാല മാറിക്കോളും.
ഇല്ലടാ ഒരു ടീറ്റ് അടിച്ച് കഴിഞ്ഞാൽ ശരിയാവും അമ്മ, അത്ര ഉള്ളത്. ഇവിടെ ഉറങ്ങാനോ എന്നാണ്. ഗൈസ് അങ്ങനെ നമ്മൾ ഇമ്മമാനെ കാണിച്ചിറങ്ങി, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ എന്ത് പിന്നെ ഗുളിക വാങ്ങണം. അതായത് ഗൈസ് ഇമ്മമാന്റെ പ്രഷറിന്റെ ഗുളിക കഴിഞ്ഞിരിക്കണ്, അത് വാങ്ങണം. ഡോക്ടർ ഒരു ടീറ്റി അടിച്ച് പിന്നെ പെരിയിൽ പോയിട്ട് ഉമ്മമാന്റെ കാലൊന്ന് കുടഞ്ഞു കൊടുക്കാൻ പറഞ്ഞിരിക്കണേ, അതായത് വിരലിൽ പൊട്ടിക്കാൻ പറഞ്ഞിരിക്കണേ. ഉമ്മമാക്ക് മടക്കാത്ത പ്രശ്നമാണല്ലോ, അപ്പൊ വിരലൊന്ന് പൊട്ടിച്ച് നോക്കാൻ പറഞ്ഞിരിക്കണേ. അപ്പോലെ ഗൈസ് മെഡിക്കൽ ഷോപ്പിൽ കയറിയിട്ടാണ് ഇന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇതൊക്കെ ഡ്രസ്സും പീടി കയറിയിരിക്കണേ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മമാക്ക് പർദ്ദ ഇടുമ്പോൾ ഉള്ളിൽ എന്തോ ഒരു സാധനം ഉണ്ടാവും, എന്തോ ഒരു തുണിക്കണ്ടായിട്ട് ഇടണം, അതായത് മുടിയൊന്നും കാണാക്കാൻ വേണ്ടിയിട്ട്. ആ സാധനം പെരിയിൽ കാണാനില്ല, എവിടെ കൊണ്ടുപോയിട്ടിരിക്കണേ. അപ്പൊ അതും പാടെ വാങ്ങണം. അത് കഴിഞ്ഞ് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് സാധനം വാങ്ങിയിട്ട് മരുന്ന് വാങ്ങിയിട്ട് നേരെ പെരിക്ക് പോകാൻ നോക്കണം. അതേ ഗൈസ് എവിടെ കയറിക്കണുണ്ടോ? ഉമ്മ അങ്ങോട്ട് പോയതുണ്ടോ? ഇല്ല. അതിനുള്ളിൽ തലമണ്ണ എന്തോ സാധനം വാങ്ങാനോ? തലമണ്ണ മറ്റെന്താക്കിയല്ലേ, എന്താണ് മുടി കാണാക്കാല മറ്റേ സാധനം. പൈസ ഉണ്ടാവും ഉമ്മമാരുടെ അടുത്ത്? ഉണ്ട്. ഗൈസ് ഇമ്മമ്മ വാങ്ങിയ സാധനമാണ് തലമണ്ണ സാധനമാണ്. അല്ല, തലമണ്ണ വാങ്ങി അതിന്റെ ഇപ്പൊ ഒരു ടവലുംപാട വാങ്ങിക്കണേ. വന്ന് ഉമ്മമാക്ക് പ്രായം കുറയാണല്ലോ അല്ലേ? പൂക്കിയായി പൂക്കി ആണോ? പൂക്കി വല്യമായി പൂവല്ലെന്നാ സംഭവം സെറ്റ് ആയിക്കണ്. കുട്ടിയാക്ക് കൊടുക്കുന്നോ പൂവല്ലേ? ഞാൻ എന്നാ മരുന്ന് വാങ്ങാനോ? ആ കൂടി വാങ്ങിട്ട് നേരെ പോയോക്കല്ലേ അമ്മ? ഓക്കെ. എന്തായാലും ഞാൻ കേറാ പോവല്ലേ? പോയേക്കാം. ഓക്കെ. അങ്ങനെ ഞങ്ങള് പെരിയില് വന്ന് കേറി വരുന്നുണ്ട്. ഇനിയിപ്പോ അവിടുന്ന് ഡോക്ടർ പറഞ്ഞതറിയോ? ഡോക്ടർ പറഞ്ഞത് ഉമ്മമാരുടെ കാലൊന്നും എടുത്ത് പൊടിച്ചാൻ പറഞ്ഞാണ്. ആണോ? അതായത് കാലൊന്ന് വലിച്ചു കൊടയാന് ചിലപ്പം എന്തേലും എന്താ ഇളകി കാണേ, ജോയിന്റ് തയ്ക്കാണ്, അങ്ങനെ എന്തല്ലേ പറഞ്ഞേ? ആദ്യം തന്നെ പ്രശ്നമാണ് ഈ മുട്ടുവേന. അതാണ് വയ്യിലൊന്ന് ഇറങ്ങി പോകണം. അതാണ് ഈ വജ്ജില് ഇവിടെ. ഞാനിടാ ഇന്നലെ എനിക്ക് ഇവിടെ വേന, അപ്പൊ എന്നോട് പറഞ്ഞ എന്റെ വിരലൊന്ന് വലിച്ചു പൊട്ടിച്ചാടാ. അപ്പൊ ചേർന്ന് പൊട്ടിച്ചാണെങ്കിൽ ലിക്മെന്റ് ഇല്ലും കൂടി പിന്നെയും പൊട്ടിയാലോ. ഉമ്മ എന്തായാലും ഫർദ അയച്ചിട്ട് എന്നിട്ട് മറ്റേ ഇതിട്ട് പേര് എന്നിട്ട് നമുക്ക് പൊട്ടിക്കാം. കാര്യം ഗൈസ്, നമ്മളെ അക്കൗണ്ടിൽ എന്തോ ആണാവോ ലോങ് വീഡിയോ ഇടാൻ പറ്റണില്ല. സത്യം ലോങ് വീഡിയോ ഇടാൻ പറ്റണില്ല, എന്താണെന്ന് അറിയില്ല. ഇനിയിപ്പോ ചിലപ്പോ അക്കൗണ്ടിന്റെ പ്രശ്നമാണെന്ന് അറിയില്ല. എന്തായാലും നമ്മള് വേറൊരു ചാനലുമായിട്ട് തുടങ്ങുന്നുണ്ട്. അതെ, രണ്ടാമതൊരു ചാനലുമായിട്ട് നമ്മൾ തുടങ്ങി വെക്കാം. മറ്റേ ലോങ് വീഡിയോ ഇട്ടിട്ടേ എത്ര ടൈമാണ്? 5-6-7 മണിക്കൂർ ഇട്ട്. ഇന്നലെ ഉച്ചക്ക് വീഡിയോ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ട് രാത്രി 10 മണിയായിട്ടും വീഡിയോ പോസ്റ്റ് ആവണില്ല. സത്യം, അതാണ് ഇന്നലെ ഒന്ന് വീഡിയോ ഇടാതെ. ചില ദിവസങ്ങളിൽ നമ്മള് വീഡിയോ ഇടാത്തതിന്റെ കാരണം അതാണ്. ഒരു സൗണ്ട് പിന്നെയും പോയോ? തൊണ്ടയിൽ വിക്സ് ഗുളിക കഴിക്കൂ. അവിടെ കുഴപ്പമില്ലല്ലോ. അപ്പൊ ഗൈസ് അതൊരു ചാനലുമായിട്ട് തുടങ്ങേണ്ടി വരും അല്ലേ? ഒരു ചാനലും കൂടി ഗൈസ്. എന്തായാലും നമ്മൾ ഒരു ചാനൽ കൂടി തുടങ്ങുന്നുണ്ട്. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഒരു ചാനൽ തുടങ്ങിയിട്ട് ഇതിന്റെ അടിയിൽ ആ ലിങ്ക് കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. അപ്പൊ മാക്സിമം എല്ലാരും കൂടി ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്ത മാതിരി നിങ്ങൾ ആ ചാനലും പാടെ ഒന്ന് സപ്പോർട്ട് ചെയ്യും. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അക്കൗണ്ട് ഇപ്പൊ ലോങ് വീഡിയോ ഇടാൻ വെയ്ക്കണില്ല, അപ്പൊ നല്ല ടൈം കാണിക്കണ്ട്. പിന്നെ ചോദിക്കുന്നുണ്ട് നമുക്ക് എന്താണ് ഇതില്ലാത്തതെന്ന്, പ്ലേ ബട്ടൺ എന്താ ഇല്ലാത്തതെന്ന്. പ്ലേ ബട്ടൺ ഇല്ലാത്തതിന്റെ കാരണം കുറെ, അതായത് ഇമ്മ പട്ടിനെ നാള് കല്ലെടുത്ത് എറിഞ്ഞു. പിന്നെ അതേപോലെ തന്നെ താത്താന്റെ കുട്ടി ഡ്രസ്സ് ഇടാൻ നടക്കുന്ന അങ്ങനെയൊക്കെ ചെറിയ കുട്ടിയില്ലേ ആദു. അപ്പൊ അങ്ങനത്തെ കേസിലൊക്കെ യൂട്യൂബറെ എടുത്താണ്ട് ഒഴിവാക്കി. തരുമല്ലേന്ന് അറിയില്ല, ഇതുവരെ തന്നിട്ടില്ല. അപ്പൊ ഞങ്ങള് അതിന്റെ ഇതൊക്കെ നോക്കിയപ്പോ ഇങ്ങനത്തെ കാര്യങ്ങളെ കൊണ്ടൊക്കെയാണ് അറിഞ്ഞത്. പിന്നെ കോപ്പി റൈറ്റിന്റെ പ്രശ്നങ്ങളൊക്കെ കൊണ്ടിട്ട് ചില പാട്ടുകളൊക്കെ വെക്കുമ്പോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ. ഇറങ്ങി വരി ഇങ്ങോട്ട് കുത്തിരുന്നാല്. എന്നാ ഒന്ന് പിടിച്ചോണ്ട അതുമ്മ കണ്ടിരുന്നാളി. അവിടെ ഇരിക്കാം, വണ്ടി വേഗം കോയമ്പെടുത്ത് പോയാലടാ. കാല് ജസ്റ്റ് ഒന്ന് വലിച്ചു, കാല് ജസ്റ്റ് കൊടയാന്. എന്താ മാമ? നീർക്കെട്ടില്ലേ? മാമാന്റെ വിരല് സാധാ വിരല് മൈക്കല്ല, പിടിച്ചാ കിട്ടാത്ത വിരലാണ്. ചെറിയ കുഞ്ഞ് വിരലാണ്. അതൊക്കെ വെയ്ക്കോക്കേരാം, വലിച്ചു കൊടയാനല്ലേ ഇടത്തേക്കാലിന്. ഇടത്തേക്കാല്
ഏതായാലും കൊടയല്ലേ എങ്ങനെമാ വീട്ടില് കജ്ജി പോയത് അങ്ങനെ ഒലിച്ച് കൊടയാനാണ് പറഞ്ഞത്. പൊട്ടുണ്ടോ? ഒരു എല്ലും പൊട്ടണില്ല. ആ ഒന്ന് പൊട്ടി. ആ രണ്ടാമത്തെ പൊട്ടി. രണ്ടെണ്ണം പൊട്ടി. വേനുണ്ടോ മാമ? അപ്പൊ വേനുണ്ടല്ലോ ഗൈസ്. എന്ത് ചെയ്യാനാ? ഏത് പൊട്ടി? 3 എല്ല് പൊട്ടി ഗൈസ്. 3 കാല അച്ചു പിടിച്ചിങ്ങള് വെള്ളം കൊടുക്കാതെ. 4 പൊട്ടി. ഇനി ഒന്നുകൂടി. തന്താവല് പൊട്ടണില്ല ഗൈസ്. എന്താ വല്ലാണ് സീനില്ലേ? അത് കുറച്ച് കഴിയുമ്പോ പൊട്ടിച്ചോ. കുറച്ച് കഴിയുമ്പോ പൊട്ടിച്ചാ. ബാക്കി 4 എല്ല് പൊട്ടി. തന്താവല് മാത്രം പൊട്ടിയിട്ടില്ല. നീ വല്ല പൊട്ടിച്ചോ. അപ്പുറത്തെ കാലും കൂടി ഒന്ന് പൊട്ടിച്ചത്. ഏതായാലും പൊട്ടിച്ചില്ലേ? അപ്പൊ അപ്പുറത്തെ കാലും കൂടി പൊട്ടിച്ചു. നീളല്ലാത്ത വരലായോണ്ടല്ലേ എവിടുന്നാ കിട്ടിയ അമ്മമാക്ക്? ആ ഇത് നിരത്തി പൊട്ടിച്ചേണ്ടി വരുമല്ലോ. അപ്പൊ ഉമ്മച്ചിന്റെ ഊരി പൊട്ടിച്ചേരി വെച്ചിട്ട് മമ്മ നമ്മള് ഒരു രണ്ടാമത്തെ അക്കൗണ്ടും കൂടി നമ്മള് തുടങ്ങുന്നുണ്ട്. അതിന്റെ കാര്യം പറഞ്ഞു കൊടുത്താണ്. നമ്മള് അതായത് നമ്മള് രണ്ടാമതൊരു അക്കൗണ്ടും കൂടി നമ്മൾ തുടങ്ങുന്നുണ്ട്. അപ്പൊ എല്ലാരോടും നമ്മളിപ്പോ സപ്പോർട്ട് ചെയ്ത മാതിരിക്ക് എല്ലാരോടും ആ അക്കൗണ്ടും കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം. മക്കളെ ഞങ്ങൾ രണ്ടാമത്തെ അക്കൗണ്ടും തുടങ്ങുന്നുണ്ട്. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം. അറിയില്ല. എല്ലാരും ചെയ്ത് സപ്പോർട്ട് ചെയ്യാ ഗൈസ്. സപ്പോർട്ട് ചെയ്യാം. ലിക്മെന്റില്ലാത്തേനെ ഏതൊന്നും പൊട്ടണില്ല. നെർമ്പിന്റെ പണിയില്ല കാലില്ലേ. അത് ശരി. ഒട്ടൂലേ അതന്നെ പറഞ്ഞേ. വലിച്ചു കളഞ്ഞിട്ട് പൊട്ടണല്ലേ ഗൈസ്. ഇതൊക്കെ പൊട്ടി വല്ല പൊട്ടാത്ത. ഏത് മമ്മാന്റെ അല്ലേ അതില്? ആ പൊട്ടുണ്ട്. ഏതൊക്കെ പൊട്ടുണ്ട്? ലിഗ്മെന്റ് ആണോ? ഈ കാലിന് കുഴപ്പമില്ല. അതൊക്കെ പൊട്ടി. മറ്റേ കാലം ഒന്നും പൊട്ടിയില്ല. എന്ത് ചെയ്യാനല്ലേ? മമ്മി അവിടെ പോയിട്ട് കടന്നളി. ആ മുറിക്കില് ഓയിൽമെന്റ് ഉണ്ട് ഇവിടെ. ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഓയിൽമെന്റ് തേച്ചാൽ മതി എന്നാ പറഞ്ഞേ. ആ ഓയിൽമെന്റ് തേക്കുക, എന്നിട്ട് ഗുളിക കുടിച്ചാ കടക്കുക, റെസ്റ്റ് എടുക്കുക. ഓക്കെ നടന്നു കഴിഞ്ഞാൽ പിന്നെയും വീങ്ങും. സത്യം. പിന്നെ തീരെ നടക്കാൻ വയ്ക്കൂല. അതാണ് റെസ്റ്റ് എടുക്കുക നല്ല പോലെ. കാൽമേലും ഇടാൻ പറഞ്ഞോ മറ്റേ സാധനം? വേണ്ടില്ല, റെസ്റ്റ് എടുത്താൽ മതി. മുറിക്കല്ല ആ ഓയിൽമെന്റ് തേക്കുക, ഗുളികയും കുടിച്ചാ ഇവിടെ മുണ്ടാ കിടക്കാം. എങ്ങനെ ഓയിൽമെന്റ് ഇവിടെ ഉണ്ടാവും മതി. മുറിക്കൽ ഓയിൽമെന്റ് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ മതിയാവുന്നു. ഞാൻ കാട്ടിക്കൊടുത്ത് പോട്ടാം. എവിടെ ഇപ്പം നമ്മ കൊയിഞ്ഞടി പറഞ്ഞേ? അവിടെ ഒന്നാമത് പറഞ്ഞേ ഞങ്ങൾക്ക് കാട്ടി തരാം. ഈ സാധനം കണ്ടോ? ഇവിടെ കണ്ടോ? ഇവിടെ ഇങ്ങനെ ചെറുക്കല്ലും ഈ ഇതൊക്കെ ഉള്ളതാണ്. അപ്പൊ ഇവിടുന്ന് ഈ സാധനമൊക്കെ പൊട്ടിയാണ്ട് എന്തൊക്കെ പൊടിഞ്ഞിക്കണ്. അതിന് അവിടെ തട്ടിയാണ്ട് കൊയിഞ്ഞടിക്കണ് പാവം. മഴയും പെയ്യല്ലേ, അങ്ങനെ ആകെ പൊളിയാണ്. ഇവിടെ എവിടെ തട്ടി കൊയിഞ്ഞടി എന്നാ പറഞ്ഞത്. മമ്മാന്റെ ചെരുപ്പിന്റെ കാര്യം പറഞ്ഞില്ലേ? ഞാൻ ചെരുപ്പ് കാട്ടി തരേ. എന്താണ് മമ്മാന്റെ ചെരുപ്പ്? ഇവിടുന്ന് ഇങ്ങോട്ടൊരു പൊന്തലാണ്. നിങ്ങള് തോണി മൈക്കാണ്. മനസ്സിലായോ? ഈ സാധനം തട്ടിയിട്ട് ഇതാക്കണേ. ഇതാണ് കൂടുതൽ തോണി ഉണ്ടോ? ആ അതുകൊണ്ടാണ് ആ ചെരുപ്പ് ഉണ്ടല്ലേ. തട്ടി കൊയിഞ്ഞാടി ചെയ്താണ്. സാറില്ല, ചെന്ന് കടന്നളിന്നാ. എന്തായാലും എല്ലാരും ഉമ്മമാക്കിന്റെ മുട്ടുവേന മാറാൻ വേണ്ടിട്ട് പ്രാർത്ഥിക്കും. നിങ്ങളെ പ്രാർത്ഥനയൊക്കെ ഉള്ളതുകൊണ്ടാണ് വല്യമ്മന്റെ എല്ലാ സുഖം പെട്ടെന്നോട്ടൊന്ന് പറഞ്ഞില്ലേ? അതെ. അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യാം. അപ്പൊ എന്നാ ഗൈസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമ്മൾ ഇനി മിക്കവാറും അടുത്തിട്ട് നമ്മൾ ഇട്ട് വെക്കല്ലേ, എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇട്ട് വെക്കാം. നിങ്ങൾ ആ ചാനലും പറഞ്ഞ് പോയിട്ട് സപ്പോർട്ട് ചെയ്യും. അതെ. അപ്പൊ ഗൈസ് ടാറ്റ.